കഥ തുടങ്ങുന്നത് ഒരുപാട് മനോഹര സ്വപ്നങ്ങളുമായി തന്റെ അടുത്തേക്ക് പ്രണയാഭ്യർത്ഥന നടത്തി തന്റെ ജീവിതസഖി ആകാമോ എന്ന് ചോദിച്ചെത്തിയ ആളുമായുള്ള വിവാഹ ജീവിതം സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് സോങ് എന്നാണ്. സോങ്ങിനെ ഇപ്പൊ മാരേജ് പ്രപ്പോസൽ ചെയ്തിരിക്കുന്നത് ലീ ആണ്. അങ്ങനെ ലീയുമായുള്ള വിവാഹത്തെ പറ്റി അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സന്തോഷകരമായി അവരുടെ വിവാഹം നടക്കുന്നതും ഓരോ ദിവസവും സ്നേഹവും സന്തോഷവും കൊണ്ട് അവരുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുന്നതുമൊക്കെ. പക്ഷെ ആ ഒരു കല്യാണത്തോടു കൂടി തന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും മോശമായിരിക്കുമെന്ന് അവൾ ആ നിമിഷത്തിൽ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വരാൻ പോകുന്ന ആപത്ത് അറിയാതെ സോങ് അങ്ങനെ ലീയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു ദിവസം രാവിലെ സോങ് ലീയെ കോൾ ചെയ്ത് അവൻ എവിടെയാണ് എന്ന് തിരക്കുമ്പോൾ തന്റെ കമ്പനിയിലാണെന്ന് ലീ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ലീ കമ്പനിയിലായിരുന്നില്ല. അവനുണ്ടായിരുന്നത് ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ രോഗിയായ ഒരു സ്ത്രീയുടെ അടുത്തായിരുന്നു ലീ ഉണ്ടായിരുന്നത്. എന്തിനായിരിക്കും അവൻ വൈഫിന്റെ അടുത്ത് കള്ളം പറഞ്ഞത് അറിയില്ല. എന്തായാലും ലീ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. ഇന്ന് തനിക്ക് ഓവർ ടൈം വർക്ക് ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് ഓഫീസിൽ നിന്ന് എത്താൻ ലേറ്റ് ആവും എന്ന് അറിയിക്കാനാണ് സോങ് മുന്നേ ലീയെ വിളിച്ചത്. ലീ ഇപ്പൊ വീട്ടിലെത്തുമ്പോ അവിടെ ലീയുടെ ചേച്ചിയും കുഞ്ഞും ഒക്കെ താമസിക്കുന്നുണ്ട്. ലീ സോങ്ങിനോട് കള്ളം പറഞ്ഞ് മറ്റൊരിടത്തേക്ക് പോയ കാര്യം ചേച്ചിക്ക് നന്നായി. നിന്നോട് ഞാൻ അവളെ കാണാൻ ഹോസ്പിറ്റലിൽ പോവല്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ച ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ ആ ഒരു സംസാരം ഇഷ്ടപ്പെടാതെ ലീയും തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇവർ ആ ഒരു കാര്യത്തെ പറ്റി വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് സോങ് വരുന്ന സമയം അത് അവൾ കേൾക്കാതിരിക്കാനായി അവർ പെട്ടെന്ന് സംസാരം നിർത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് സോങ് ബെഡ്റൂമില് ഡ്രസ്സ്